ഇന്നൊരു കിടിലൻ അറബിക് റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അയക്കൂറ മീനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ സെല്ലാ റൈസ് എടുത്തിട്ടുണ്ട്. ഒരു 3 കപ്പ് അളവിൽ സെല്ലാ റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ ഇവിടെ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിട്ട് മാറ്റി വെക്കുക. അരി നമുക്കിവിടെ കുതിരാനായിട്ട് അരമണിക്കൂർ മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാരിനേഷൻ റെഡിയാക്കി എടുക്കാനുണ്ട്. ഇതിൽ നിന്നും 2 കഷ്ണം മീൻ എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യമായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1/4 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. 1 ചെറുനാരങ്ങ നീരെടുത്തിട്ടുള്ളതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സുർക്ക വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കുക. നമ്മുടെ മീനിന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫിഷ് ഇതിലേക്ക് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ മീനൊക്കെ മസാല പുരട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ ഒരു 10 മിനിറ്റ് മാരിനേഷൻ പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ മീൻ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വന്നപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വന്നപ്പോൾ ഇതിലേക്ക് 1 സവാള നേരിയതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയിട്ട് എടുക്കാം. ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേ രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള ക്രിസ്പായിട്ട് വരും. ഇനി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആക്കിയിട്ടെടുക്കുക. ബദാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഈ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്യാൻ കുറച്ചധികം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. നമ്മുടെ ഫിഷ് 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മീൻ പൊരിച്ചിട്ടുള്ള എണ്ണയില്ലേ, അത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വന്നപ്പോൾ 3 പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3-4 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രാമ്പു കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവാള കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. 3 ചെറിയ സവാള നേരിയതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. നമുക്ക് ഈ സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. സവാള ഒന്ന് വഴന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് നല്ല പഴുത്തിട്ടുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കുക. തക്കാളി പേസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മൂത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുക. ആദ്യമായിട്ട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മജ്ബൂസ് മസാലയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മജ്ബൂസ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ പൊടികളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ 2 കഷ്ണം മീൻ ചെറുതായിട്ട് മുറിച്ച് മാറ്റി വെച്ചിരുന്നില്ലേ, അത് ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയാണ്. മീനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മീനൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ തക്കാളി പേസ്റ്റിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം. അതിനായിട്ട് കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കണം. അതല്പം ഒന്ന് പൊട്ടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ മസാലയിൽ ഇറങ്ങിക്കോളും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. 3 കപ്പ് അരിക്ക് 5.25 എന്ന അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ അളവിൽ ലൈം ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനായിട്ട് നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് അടച്ചിട്ട് വെക്കാം. ഇപ്പോൾ ഇതാ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ 30 മിനിറ്റ് കുതിർത്ത് വെച്ച് ഊറ്റിയെടുത്തിട്ടുള്ള സെല്ല റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി നന്നായിട്ട് ഊറ്റി വെച്ച് വെള്ളം മുഴുവൻ കളഞ്ഞെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അരി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ റൈസ് ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്കിതിവിടെ അടച്ച് വെക്കാം. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിവിടെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ടെടുക്കുക. ഇടയ്ക്കിടെ തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഒരേ രീതിയിൽ ഇങ്ങനെ വെച്ചേക്കരുത്, അടി പിടിക്കും. അപ്പോൾ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതേ രീതിയിലൊന്ന് അടച്ച് വെക്കുക. ഇപ്പോൾ ഇതാ ഇത് നമുക്കൊന്ന് തുറന്നിട്ട് നോക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. റൈസ് ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇതിന് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളൊരു 5 മിനിറ്റ് കൂടെ ഇത് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഫിഷിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് റൈസിൽ ഇറങ്ങിക്കോളും. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള ഫ്രൈഡ് ഓണിയനും ബദാമും ഇതിന് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കാം. അപ്പോൾ അതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ ലോ ഫ്ലെയിമിൽ തീ ആക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് സമയം കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം റൈസ് വെന്തോന്ന്. റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ വളരെ ഫേമസ് ആയിട്ടുള്ള അറബിക് ഡിഷ് ഫിഷ് മജ്ബൂസ് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ചൂടോട് കൂടെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പിയെടുക്കാം. ആദ്യം റൈസ് വിളമ്പിയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് മീൻ കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഫ്രൈഡ് ഓണിയനും ബദാമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ ഫിഷ് മജ്ബൂസ് റെഡിയാക്കി നോക്കുക. തീർച്ചയായിട്ടും നല്ലൊരു ഫിഷ് മജ്ബൂസ് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ
സബ്സ്ക്രൈബ്